ഞെട്ടിത്തെറിപ്പിക്കുന്നതും ഒരിക്കലും ചിന്തിച്ചെടുക്കാൻ പറ്റാത്തതുമായ ഒരു ബ്രില്യൻ ചെസ് കോമ്പിനേഷൻ. സത്യം പറഞ്ഞാൽ ഈ ഗെയിം കണ്ട കിളി തന്നെ പോകും. ആൽബർട്ട് ഫോക്സ് എന്ന ചെസ് മാസ്റ്ററാണ് ഈ അവിശ്വസനീയമായ ചെസ് കോമ്പിനേഷൻ കളിച്ചിരിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക്. ഇവിടെ ആൽബർട്ട് ഫോക്സ് ആണ് വൈറ്റ് കളിക്കുന്നത്. ഫോക്സ് തുടങ്ങുവാണ് പോൺ E4 വെച്ചിട്ട്. പോൺ E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് ടു B5. ഇത് റൂയി ലോപ്പസ് ഓപ്പണിംഗ് ആണ്. നൈറ്റ് F6 കളിക്കണം. അപ്പോൾ റൂയി ലോപ്പസ് ഓപ്പണിംഗിന്റെ ബെർലിൻ ഡിഫൻസിലേക്കാണ് പോകുന്നത്. വൈറ്റ് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. ആ ഒരു പോണിനെ ഓഫർ ചെയ്യുകയാണ് ഇവിടെ വൈറ്റ്. ബ്ലാക്ക് വന്നിട്ട് ആ പോണിനെ വെട്ടിയെടുത്തു. റൂക്ക് E1 വരുന്നു. നൈറ്റിലേക്കും ആ പോണിലേക്കും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. നൈറ്റ് D6 കളിച്ചിട്ട് ഈ വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വൈറ്റ് കളിക്കുകയാണ്. നൈറ്റ് വെച്ചിട്ട് പോണിനെ വെട്ടുവാണ്. അപ്പൊ നോക്കുമ്പോൾ ഓക്കെ, ഈ ഒരു ബിഷപ്പിന് വെറുതെ വെച്ചു കൊടുത്തേക്കുമല്ലേ. ഈ ബിഷപ്പിന് വെച്ചു കൊടുത്ത എന്താ പ്രശ്നം? ഇങ്ങനെ വെറുതെ ബിഷപ്പിനെ അങ്ങ് വെട്ടിയെടുത്താൽ പോരെ. എന്താണ് ഇവിടെ വൈറ്റിന്റെ ഐഡിയ? വൈറ്റ് ഇവിടെ ഇമ്മീഡിയറ്റ്ലി ജയിക്കുന്നതാണ്. എങ്ങനെയാണ്? നൈറ്റ് ടേക്ക് C6 ചെക്ക്. റൂക്ക് വെച്ച് ചെക്കാണ്. നൈറ്റ് നേരെ ക്വീനിലേക്ക് അറ്റാക്കും ചെയ്തിരിക്കണം. അപ്പോൾ ഈ കാരണങ്ങളാൽ ഇവിടെ വൈറ്റ് നേരിട്ട് ജയിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു മൂവിന് ശേഷം. ഈ ഒരു ബിഷപ്പിനെ നേരിട്ട് വെട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ E7 കളിക്കുകയാണ്. ബിഷപ്പ് തിരികെ വരുന്നു. ഇനിയിപ്പോൾ ആ ബിഷപ്പിനെ അവിടെ നിന്ന് മാറിയില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ആ നൈറ്റ് വന്നിട്ട് ബിഷപ്പിനെ വെട്ടിയെടുക്കുമായിരുന്നു. അതുകൊണ്ട് ബിഷപ്പ് F1 വരുന്നു. ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു. പോൺ D4 കളിച്ച് ആ ബിഷപ്പിനെ ഓപ്പൺ അപ്പ് ആക്കാൻ നോക്കുവാണ് വൈറ്റ്. നൈറ്റ് F5 വന്നിട്ട് D4 പോണിലേക്ക് ഒരു ഡബിൾ അറ്റാക്ക് കൊടുക്കുവാണ് ബ്ലാക്ക്. C3 കളിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. പോൺ D5. അപ്പോൾ ആ നൈറ്റിന് ഒരു പ്രൊട്ടക്ഷൻ ആണ്. ബിഷപ്പിനും കുറച്ച് ഓപ്പൺ സ്പേസ് കൊടുക്കുകയാണ്. ക്വീൻ D3 കളിക്കുന്നു. ഇത് അത്ര നല്ല നീക്കമല്ല. മെയിൻ ഉദ്ദേശം തന്നെ ഇവിടെ ഒരു ക്വീൻ പ്രത്യേകിച്ചൊന്നും ഇവിടെ ചെയ്യുന്നില്ല. മാത്രമല്ല ആ ബിഷപ്പിനെ ഇവിടെ ലോക്കാക്കി ഇടുകയും കൂടെ ചെയ്യുകയാണ് ക്വീൻ D3 എന്നുള്ള മൂവോടെ. ഒരു പക്ഷെ കുറച്ചും കൂടെ നല്ലൊരു നീക്കം എന്ന് പറഞ്ഞാൽ നൈറ്റ് വെച്ച് ഈ ഒരു നൈറ്റിനെ വെട്ടുന്നതാണ്. കാരണം ഇവിടെ പോൺ വെച്ച് തിരികെ വെട്ടുമ്പോൾ ഇപ്പോൾ ബ്ലാക്കിന്റെ പോൺ സ്ട്രക്ചർ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയി. ഇനി ജസ്റ്റ് വൈറ്റിന് നൈറ്റ് ഇവിടെ D2 ഒക്കെ കളിച്ച് കളി മുന്നോട്ട് പോകാവുന്നതായിരുന്നു. ഇങ്ങനെ കളിക്കുന്നതായിരുന്നു വൈറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഐഡിയ. ഓക്കെ, പക്ഷെ ഗെയിമിൽ എന്താ നടന്നതെന്ന് നോക്കാം. ഗെയിമിൽ ക്വീനിന് D3 കളിക്കുന്നത്. തൽക്കാലം ബിഷപ്പ് കുറച്ച് പാസീവ് ആണ്. ഇവിടെ ബിഷപ്പിനെ ഇവിടെ തൽക്കാലം അനങ്ങാൻ പറ്റില്ല. കാരണം അതിന് ഡയഗണലിൽ ഇവിടെ ക്വീൻ വന്നിരിക്കുകയാണ്. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ ബിഷപ്പിന് ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങേണ്ടി വരും ഭാവിയിൽ. റൂക്ക് എന്തായാലും E8 കളിക്കുകയാണ്. പോൺ F4 കളിച്ചാൽ നൈറ്റിനെ സിമെന്റ് ചെയ്തിരുത്തുവാണ്. നൈറ്റിനെ അവിടെ നിന്ന് മാറി D6 കളിച്ചു. അപ്പോൾ ഇനി ബ്ലാക്കിന്റെ ഉദ്ദേശം ആ C8 ഉറങ്ങിക്കിടക്കുന്ന ബിഷപ്പിനെ ആ ഒരു F5 വന്ന് ക്വീനിനെ അറ്റാക്ക് ചെയ്യാനാണ് ഒരു പക്ഷേ ബ്ലാക്കിന്റെ ഉദ്ദേശം. വൈറ്റ് എന്താണ് കളിക്കുന്നത്? റൂക്ക് E3 കളിക്കുന്നു. ബ്ലാക്ക് കളി മുന്നോട്ട് പോകുന്നത് നൈറ്റ് A5 വെച്ചിട്ടാണ്. അപ്പൊ ഐഡിയ C4 വന്നിട്ട് ഇപ്പൊ രണ്ട് നൈറ്റുകളും ഉണ്ടല്ലോ. ആ C4 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ D6 നൈറ്റും ആ C4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റൂക്കിനിട്ടും പണി കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ബ്ലാക്കിന്റെ ഐഡിയ. പക്ഷേ ഇവിടെ വൈറ്റിന് ഒരു കോസിലും ഇല്ല. വൈറ്റ് എന്താണ് കളിക്കുന്നത്? സാധാ പോലെ നൈറ്റിനെ D2 കളിക്കുന്നു. ആ ഒരു C4 സ്ക്വയറിലേക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. നൈറ്റ് ഇവിടേക്ക് വന്നിട്ട് ആ റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യണം. റൂക്ക് ജസ്റ്റ് മാറുന്നു. ഇനി ആ ഒരു ബ്യൂട്ടിഫുൾ ആയുള്ള H7 പോണിലേക്കാണ് അറ്റാക്ക്. നൈറ്റ് അവിടെ നിന്ന് മാറി നിൽക്കുന്നു. നൈറ്റ് H4 കളിച്ചപ്പോൾ ആ ബിഷപ്പ് ഇപ്പം ആക്റ്റീവായി റൂക്കിലേക്ക് അറ്റാക്കാണ്. വൈറ്റ് അഗ്രസീവായിട്ട് കളിക്കുകയാണ്. പോൺ G4 കളിക്കുകയാണ്. ആ ബിഷപ്പും റൂക്കും തമ്മിൽ ഡയഗണൽ അടച്ച് കളയുകയാണ് വൈറ്റ്. നൈറ്റ് തിരികെ പോകുന്നു. നൈറ്റ് ഇവിടെ G6 പോകുന്നു. ആ ക്വീൻ്റെ റൂക്കിലേക്കുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റാക്ക് തടുക്കാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് ഇടയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ വൈറ്റ് കളിക്കുവാണ്. റൂക്ക് H5. അപ്പൊ നോക്കുമ്പോൾ ഓക്കെ, ഈ ഒരു പോണിനെ വെറുതെ കൊടുത്തേക്കണ പോലെ തോന്നാം. കാരണം ആ പോണിനെ വെട്ടിക്കഴിഞ്ഞാൽ ഒരു ഫോർക്ക് സംഭവിക്കുമല്ലേ. നമുക്ക് നോക്കാം. എങ്ങാനും ഇങ്ങനെ ഒരു ഫോർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഇമ്മീഡിയറ്റ്ലി വൈറ്റ് വിന്നിങ് ആണ്. കാരണം എന്താണ്? ക്വീൻ ടേക്സ് H7 ചെക്ക് മാറിക്കഴിയുമ്പോൾ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക് മേറ്റിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. റൂക്ക് H5 ശേഷം ആ പോണിനെ വെറുതെ അങ്ങ് വെട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നൈറ്റ് C6 കളിച്ചു. നൈറ്റിനെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നോക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് ഇവിടെ വൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്? കുറച്ച് ഓഡായിട്ടുള്ള ഒരു പാറ്റേണിലോട്ടാണ് പോകുന്നത്. നൈറ്റിനെ ഇവിടെ C4 കളിക്കുന്നു. അപ്പൊ നോക്കുമ്പോൾ ഇതെന്താണ് ഈ നൈറ്റ് ഇവിടെ ചെയ്യുന്നത്? ചുമ്മാ നൈറ്റിനെ ഇവിടെ വെച്ചു കൊടുത്തേക്കണം. ഒബ്ജക്റ്റീവ്ലി ഇതൊരു എഞ്ചിനിലൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു മിസ്റ്റേക്ക് ആണ്. കാരണം ആ നൈറ്റ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ത്രെട്ടൻ ചെയ്യുന്നില്ല. വെറുതെ C4 പോയിരിക്കുന്നു. വേണമെങ്കിൽ ആ നൈറ്റിനെ വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ മറ്റേ നൈറ്റിനെ വെട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാറ്റേൺസോ നോർമലി എന്തെങ്കിലും മൂവ് കഴിച്ച് കളി മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. ഒരു പക്ഷേ
ഇവിടുത്തെ എഞ്ചിൻ തന്നെ പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ഉണ്ട്. നൈറ്റ് ഇൻറ്റു D4 ആണ്. അപ്പോൾ തിരിച്ചൊരു കൗണ്ടർ സാക്രിഫൈസ് ആണ്. ഇപ്പോൾ എങ്ങാനും ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇനി ഇതിനെ വിട്ടു. അപ്പോൾ മൊത്തം വൈറ്റിൻ്റെ പീസുകളെ ഡിസ്കോർഡിനേറ്റ് ചെയ്യാനാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം. പക്ഷേ ഗെയിമിൽ ഇതൊന്നും നടന്നില്ല. ഈ ഒരു നൈറ്റിനെ വെച്ചു കൊടുത്തപ്പോൾ ബ്ലാക്ക് എന്താണ് ചെയ്തത്? ബ്ലാക്ക് ജസ്റ്റ് ആ നൈറ്റിനെ വെട്ടിയെടുത്തു. ഇപ്പോഴും വൈറ്റിൻ്റെ പ്ലാൻ വ്യക്തമല്ല. നൈറ്റിനെ അവിടെ കൊടുത്തു, പക്ഷേ ഇവിടെ എന്താണ് ഇവിടെ വൈറ്റ് ചെയ്യുന്നത്? ക്വീനിലേക്ക് അറ്റാക്കുമാണ്. ഇവിടെയാണ് ഈ മൂവിൻ്റെ ഫോളോ അപ്പ് അതിനേക്കാളും മനോഹരം. ആദ്യത്തെ മൂവ് ഒരു അബദ്ധമായി തോന്നിയെങ്കിലും ഒപ്പോണന്റിന് റിയൽ ലൈഫിൽ ആ ഒരു ഗെയിം ഫേസ് ചെയ്തപ്പോൾ ഈ ഒരു ത്രെട്ട് നൈറ്റിനെ കൊടുത്തപ്പോൾ മനസ്സിലായില്ല. പോൺ വെച്ച് നൈറ്റിനെ എടുത്തു. ഇപ്പൊ ക്വീനിലേക്ക് അറ്റാക്ക് ചെയ്യണം. ഇനി ക്വീൻ എവിടെ പോകണം? ക്വീൻ ഒരു പക്ഷേ ഇവിടേക്കൊക്കെ ഓടിപ്പോയിട്ട് ഇങ്ങനെ വരണോ? ഇങ്ങനെ അറ്റാക്ക് ചെയ്യണോ? അതും അല്ലെങ്കിൽ ക്വീൻ വെച്ചിട്ട് ഇതിനെ വെട്ടി ഇങ്ങനെ പോകണം. ഇത് രണ്ടുമല്ല ഇവിടെ വൈറ്റ് കളിക്കുന്ന ആൽബർട്ട് ഫോക്സ് കളിക്കണം. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള അവസരമാണിത്. കണ്ടു നോക്കിയാൽ ആ കിഡിലോസ്റ്റി മൂവ്. ബ്രില്യൻ ക്വീൻ ടേക്സ് G6. ഈ ക്വീനിനെ ഇപ്പം എങ്ങനെ വേണമെങ്കിലും എടുക്കാം. F പോൺ വെച്ചെടുക്കാം, H പോൺ വെച്ചെടുക്കാം. എങ്ങനെ എടുത്താലും ഇവിടെ പ്രശ്നമാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ വേരിയേഷനിൽ ക്വീനിനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നൈറ്റ് ഇൻറ്റു G6 ആണ്. ഇവിടെ ചെക്ക്മേറ്റ് ത്രെട്ടൻ ചെയ്യാണ്. ഇതാണ് കളിയിൽ നടക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ചെക്ക്മേറ്റ് ഇവിടെ ത്രെട്ടൻ ചെയ്യും. ഇനി ഈ ക്വീനിനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലോ, ഈ ക്വീനിനെ എടുത്തു കഴിഞ്ഞാൽ ബിഷപ്പ് നേരിട്ട് ആക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അതിലേക്ക് നേരെ എടുക്കാതിരുന്നത്. പകരം ഇവിടെ ക്വീനിനെ ഇങ്ങനെ എടുത്തു, നൈറ്റിനെ ഇങ്ങോട്ട് സാക്രിഫൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചെക്ക്മേറ്റ് ത്രെട്ടൻ ചെയ്യണം വൈറ്റ്. അപ്പോൾ ഈ ഒരു ചെക്ക്മേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ പോൺ വെച്ച് നൈറ്റിനെ വെട്ടുന്നു. ഇവിടെ ഫൈനലി ഈ ഒരു ബിഷപ്പും കൂടെ ആക്റ്റീവ് ആവുകയാണ്. ബിഷപ്പ് വന്നിട്ട് ചെക്കാണ്. ഇനിയിപ്പോൾ ബിഷപ്പൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ബിഷപ്പ് അവിടെ പോകുന്നേ ഉള്ളൂ. ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്താൽ ക്വീനും പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കിങ് ഇങ്ങോട്ട് മാറുമ്പോൾ ഫൈനൽ ബ്ലോ ആണ് റൂക്ക് ടു H8. ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെക്ക്മേറ്റ്. അപ്പോൾ ഈ ഒരു ഗെയിം എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.